വേറെ വെഡിങ്ങിന് ഉപയോഗിച്ചൊരു 750 പറയുന്നത്. അവരുടെ ബാഗ് നല്ല മനോഹരമായ ഡോൾസാണ്. 10 രൂപ. എല്ലാ കളറും പുള്ളിക്കാരൻ ഡോൾ ഇവിടെ ഉണ്ടാക്കിയാണ് ശരിക്കും. എന്താ ഹലോ ഹായ് നമസ്കാരം. ട്രാവൽ ടൈമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ജയനഗർ സർക്കിളിലാണ്. ജയനഗർ സർക്കിളിൽ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരുപാട് ഫുഡിൻ്റെ ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള കളക്ഷൻ ഉണ്ട്. പക്ഷേ അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി അല്ല ഞാൻ പോകുന്നത്. ജയനഗർ സർക്കിളിൽ നിന്നും ജയനഗർ 4th ബ്ലോക്കിലാണ് നമ്മുടെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ ഉള്ളത്. ബിക്കോസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ദെയർ. കം ഓൺ. സോ നമ്മൾ ഇവിടുന്നാണ് തുടങ്ങുന്നത്. ഈ രണ്ട് സൈഡിലൂടെയും ഒരുപാട് ഡ്രസ്സുകളും ഒപ്പം തന്നെ ജുവല്ലറീസ്, ഇമിറ്റേഷൻ ജുവല്ലറീസും കാര്യങ്ങളൊക്കെ വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റായിട്ട് കിട്ടുന്നൊരു സ്ഥലമാണ്. അതാണ് ജയനഗർ 4th ബ്ലോക്ക് എന്നുള്ളത്. സോ ഇവിടുന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, അവിടെ ഒരു സംഭവമുണ്ട്, അടിപൊളി. ഇവിടെ നമുക്കൊരു വെറൈറ്റി ഒരു കാഴ്ചയുണ്ട്. ഇത് അടിപൊളി സംഭവമാണ്. ഇത് കണ്ടില്ലേ, നല്ല മനോഹരമായിട്ടുള്ള കാര്യങ്ങളാണ്. भाई आप किधर से? राजस्थान से. ये राजस्थान से बना के लेके आ रहा हूँ. हाँ सर, राजस्थान जयपुर से. अरे ये देखो, वाह. कितना का ये? 250 जोड़ी आएगा सर. 250 जोड़ी है. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളി. 250 രൂപയാണ് ഇയാൾ പറയുന്നത്. നമ്മൾ ബാർഗെയിൻ ചെയ്താൽ അയാൾ അതിനേക്കാളൊക്കെ കുറച്ച് തരും. ഓക്കെ, പക്ഷെ ഇത് രാജസ്ഥാൻ മെയ്ഡാണ്. നല്ല മനോഹരമായിട്ടുള്ള, നമുക്ക് വീട്ടിലൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ട് തൂക്കിയിടാൻ പറ്റുന്ന സംഭവമാണ്. നല്ല ഭംഗി. ഇത് കണ്ടില്ലേ, ഇത് കണ്ടില്ല, നല്ല മണികൾ. യെസ്. ആഹാ, കിത്തക്കെ? ഇത് 200 രൂപയാണ് പറയുന്നത്. പക്ഷെ 200 രൂപ എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ജയ്പൂർക്കായ ഇത് ജയ്പൂരിനാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ കണ്ടോ, അതിൽ പീക്കോക്ക് ഉണ്ട്. നല്ല ഭംഗിയുള്ള സംഭവങ്ങളാണ്. യെസ്. नाइस ले. हम लेगा वो घूमने के बाद आएगा. हम कर देना है. ഇത് മുഴുവൻ രാജസ്ഥാനിലാണ് കേട്ടോ സംഭവം. ഈ ജ്വല്ലറി ബോക്സ് ഉണ്ട്. അടിപൊളി. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പോൾ നമ്മൾ തുടങ്ങിയതല്ലോ കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ. ഇത് കണ്ടോ ഇതൊക്കെ പുള്ളിക്കാരൻ മാക്സിമം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സെറ്റുകളാണ്. ഓ യെസ്, നല്ല കിടിലൻ മാലകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വലിയ പൈസ കൊടുക്കേണ്ടി വരും. പേളിൻ്റെ ഒക്കെ നോക്കിയ. യെസ്, ഇത് ശരിക്കും ഇമിറ്റേഷൻ്റെ ഒരു പേൾ മാലയാണ്, 4 ലൈനിലുള്ള. പക്ഷേ എനിക്കിത് കാണുമ്പോൾ എന്താ പറയുക, നയൻതാര വെഡ്ഡിങ്ങിന് ഉപയോഗിച്ചൊരു ഇതുണ്ടല്ലോ, ആ ഒരു സ്റ്റൈലാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ സംഗതികളുണ്ട് കേട്ടോ നമ്മൾ കാണാൻ വേണ്ടിയിട്ട്. ഡ്രസ്സുകളുണ്ടല്ലേ, ഇതൊക്കെ ലേഡീസിൻ്റെ ഡ്രസ്സ് വെയറുകളാണ്. നല്ല ബാഗുകൾ, ജ്വല്ലറീസ്, ബാഗ് ഉണ്ടല്ലോ, ഇഷ്ടംപോലെ ബാഗുകളുണ്ട്. നെയ് ഡോണ്ട് വറി. ഇതൊക്കെ ചീപ്പായിട്ടുള്ള വിലേൻ്റെ ബാഗുകളാണ് കേട്ടോ. ഈ സബ് കിത്തനൊക്കെ? 300 ആണ് പറയുന്നത് ബാഗ്. നല്ല ഭംഗിയുള്ള ബാഗാണ്. പക്ഷേ 300 ഒന്നും അല്ല, നല്ല ബാർഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടെ. ഈ മാലകൾ കണ്ടില്ലേ, ഈ ബോർഡ് നിറയെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ജുംക്ക ഉണ്ടല്ലോ, ജുംക്ക. യെസ്, എന്തൊക്കെ ഡിഫറെൻറ്റ് കളറാണ് നോക്കി. $750 യാർ. ലാസ്റ്റ് ടൈം 750 പറയുന്നത് കേട്ടോ. പക്ഷെ ഇതൊക്കെ നല്ല രസമുണ്ട് അല്ലേ. ഇതൊക്കെ നല്ല രസമുണ്ട് സംഭവം കാണാൻ വേണ്ടിയിട്ട്. 750 പറയുന്നത്. അത് നോക്കണ്ട, അതൊക്കെ അവർ കുറച്ച് തരും. യെസ്, പൂവിൻ്റെ യൂഷ്വലി എല്ലായിടത്തും ഉള്ളതാണ്. ഇവിടെ ടവൽസ് ഉണ്ട്, സോക്സിൻ്റെ ഫുൾ കളക്ഷൻ ആട്ടത്. ചെറുത് തൊട്ട് വലുത് വരെ സോക്സിൻ്റെ ഫുൾ കളക്ഷൻ ഉണ്ട്. നമ്മളിതിനകത്തോട്ട് പോയി കഴിയുമ്പം ഇതിന് തൊട്ടടുത്ത ഇവിടെ കുറേ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല നല്ല ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്തോട്ട് ചെന്നാൽ ഫുൾ ടെക്സ്റ്റൈൽസാണ് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കറങ്ങി വരാം അല്ലേ. ജസ്റ്റ് ഒന്ന് കറങ്ങി വരാം.
ഈ കാണുന്നതൊക്കെ ഡ്രസ്സുകളാണ്. നിറയെ പലാസോ പാൻറ്റിന് 200 ഫിക്സഡ് പറയുന്നുണ്ട്. സി, ഓ മൈ ഗോഡ്, ഇത് വലിയൊരു മാർക്കറ്റാണ് കേട്ടോ. ഡ്രസ്സിൻ്റെ ഷോളുകൾ കണ്ടില്ലേ? ഇത് നമുക്ക് പറ്റിയതാണോ? അല്ല, ചോട്ടയാണ്. ये सब कितना रहा भाई? 200 हो. How much? तो सर Huh? दिखाओ दिखाओ. ये हमारे को नहीं आएगा ना, छोटा का है ना. आपके साइज में हो ना? नहीं है. मिलके में होना कलर सा. दिखाओ. ऊपर मानी के सही से 32 और 34. डबल एक्सेल आता ले. हाँ, ये कितने का है? कौन सा? ये 350. അരേ, हाँ. രണ്ട് സൈഡിലും എൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ഇഷ്ടംപോലെ ഡ്രസ്സുകളാണ് കേട്ടോ ഉള്ളത്. അക്ക, ഇത് ജെൻസ് ഉണ്ട്, ലേഡീസ് ഉണ്ട്, എല്ലാം. ആക്ച്വലി ഓ മൈ ഗോഡ്, ഇതുണ്ട് ഫുള്ള് ലേഡീസിൻ്റെ ഡ്രസ് ഐറ്റംസാണ് ഫുൾ. ജെൻസിന് വളരെ കുറവാണ് ആക്ച്വലി, ഒക്കെ ലേഡീസിനാണ് കൂടുതലുള്ളത്. ഈ കാണുന്ന പോലെ നല്ല ടോയ്സ്, ഡോൾസ് ഇഷ്ടം പോലെ ഉണ്ടല്ലേ. എനിക്ക് ആദ്യം കണ്ടുപോകും ഇതിലോട്ടൊക്കെയാണ്. ഈ കിത്തനേക്കാ ഭായി? 3 പീസ് 500. നോട്ട് ബാഡ്. 3 എണ്ണം 500 രൂപ പറയുന്നത്. അവർ പറയുന്നതാണ്, അതിനൊക്കെ വില കുറച്ച് കിട്ടും. ഈ ഒരു സ്ട്രീറ്റ് നിറയെ ഇത് തന്നെയാണ് കേട്ടോ, മുഴുവനായിട്ട് കണ്ടോ. എൻ്റെ ബാക്കിലും എൻ്റെ ഫ്രണ്ടിലും ഫുള്ളായിട്ട് ഈ ഡ്രസ്സുകളാണ്, നിറയെ ഡ്രസ്സുകൾ. ലേഡീസിൻ്റെ ആണ് സ്പെഷ്യലായിട്ട്. ലേഡീസിൻ്റെ എല്ലാ ടൈപ്പ് ഡ്രസ്സുകളും, ഇപ്പം ലേറ്റസ്റ്റ് ആണെങ്കിലും അല്ലാത്തൊക്കെ എല്ലാ ടൈപ്പ് ഡ്രസ്സുകളും നമുക്ക് കാണാം. ഇതൊക്കെ ഉണ്ട്, മാറ്റുകളുണ്ട് കേട്ടോ. ഇതൊക്കെ ഫുള്ള് ഇത് നമ്മളെ മാറ്റുകൾ. ഇവിടെ ശരിക്കും നമ്മൾ ലേഡീസിനെ കൂട്ടി തന്നെ വരണം കേട്ടോ. ലേഡീസ് വന്നാലേ ഇത് നമുക്ക് മുതലാവുള്ളൂ. ഇതൊക്കെ പാൻറ്റ്, ഇത് നമ്മുടെ സൈസാണ് അല്ലേ. ട്രാവലിങ്ങിനൊക്കെ പറ്റിയ സംഭവമാണ്. ഇത് ബാഗിൻ്റെ ഒരു ഫുൾ കളക്ഷൻ. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ബാഗുകളാണ് ഉണ്ടോ, നിറയെ ബാഗുകൾ. അല്ല, പല വെറൈറ്റിയുള്ള കളേഴ്സുള്ള ബാഗുകളാണ്.
ഇവിടെ ഇത് കണ്ടോ, പിക്ക് എനി 50 rupees ഓൺലി. ഇതിൽ ഏതെടുത്താലും 50 രൂപ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. പിക്ക് എനി 10 rupees ഓൺലി. ജുംക ഇതുണ്ടോ 10 രൂപ. ഇതിന് 100 rupees, 150. ഡിഫറെൻറ്റ് വെറൈറ്റീസ് അല്ലേ. ഈ കുറഞ്ഞ സ്പേസിലുള്ളത് അടിപൊളിയാണ് സംഭവം. കുറച്ച് സ്ഥലമേ ഉള്ളൂ. അല്ലാതെ പിന്നെ ബ്രാൻഡഡ് ഷോപ്പുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ കുറച്ച് കടകളുണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ ജാക്കറ്റും കാര്യങ്ങളും ഉള്ള കടകളുണ്ട് ഇവിടെ. അവിടെ നമുക്ക് ഈ ജാക്കറ്റും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. ഇവിടെ ആക്ച്വലി ജാക്കറ്റ് പോലെയുള്ള കുറേ സംഗതികളുണ്ട് ഇവിടെ. ഇത് അതിനോട് ചേർന്നിട്ടില്ല. ഇത് കണ്ടില്ലേ, നല്ല ജാക്കറ്റ് അല്ലേ. ഇത് കിतने 850. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗം കണ്ടില്ലേ, 850 അവർ പറയുന്നത്. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്. ബാർഗൈൻ ചെയ്താൽ കിട്ടും കേട്ടോ അതൊക്കെ. ഇവിടെ ക്യാപ്പുണ്ട്, കുറേ ബെൽറ്റ് കേട്ടോ. ബെൽറ്റുകൾ ഇഷ്ടം പോലെയുണ്ട്. നല്ല ക്യാപ്പുകളൊക്കെ ഉണ്ട്. ബെൽറ്റ് സബ് കിतने से आ रहे हैं? 150. 150 രൂപ കേട്ടോ ബെൽറ്റിന് പറയുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല. നമ്മൾ 500 രൂപയുടെ ക്വാളിറ്റി പ്രതീക്ഷിച്ചു, പക്ഷേ 150 അവർ പറയുകയാണ്. ഇതൊരു കോംപ്ലക്സ് ആണ് ആക്ച്വലി. കോംപ്ലക്സിനോട് ചേർന്നിട്ടാണ് ഈ മുഴുവൻ കടകളും കാണുന്നത്. സോ वही साइड पे जाने के लिए कैसे जाएगा? कॉम्प्लेक्स का उधर साइड पे नहीं इल्वा हिंदी अंदर से ठीक है. അപ്പോൾ ഇതിനകത്തൂടെ പോയാൽ അപ്പുറം എത്തും എന്നാണ് പറയുന്നത്. യെസ്, അവർ ഇതുണ്ടല്ലോ നല്ല ഭംഗിയുള്ള ഫ്രോക്കുകളാണ്. ഒത്തിരി രസമുണ്ട്, നല്ല രസമുണ്ട്. അവർ ഷോപ്പ് നമ്പർ വരെ പറഞ്ഞിരുന്നുണ്ട്. ഷോപ്പ് നമ്പർ C1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല ബിസിനസ് പ്രൊമോട്ടർമാരൊക്കെ അച്ഛാ ബിസിനസ് വാല സബ് ലോഗ്. ലേഡീസ് വന്നാൽ തിരിച്ചു പോകില്ല അവിടെ. അത്ര നല്ല കളക്ഷനാണ് കേട്ടോ. ബാംഗ്ലൂർ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ജയനഗർ 4th ബ്ലോക്കിൽ നിർബന്ധമായിട്ടും നമ്മൾ വരണം. കാരണം അത്രയും ഡ്രസ്സിന് ഇത് കണ്ടില്ലേ, ഇത് മുഴുവൻ വെറൈറ്റി കളക്ഷനാണ് മുഴുവൻ കാണുന്നത്. കിട്ടുന്നാറേ എന്താ ഇത് 300-350 രൂപ കേട്ടോ ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത്. പക്ഷേ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ നല്ല ഡിഫറെൻറ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ കേട്ടോ ഇതൊക്കെ. ഡ്രസ്സുകൾ എല്ലാം നല്ല ഡിഫറെൻറ്റ് കളറിലുള്ള കേട്ടനുകളുണ്ട് കേട്ടോ. ये सब कितने आ रहे हैं भाई? All right, okay. How are you feeling the place of Bangalore? Oh, we love it. You purchased something? You bought something? Yes. Yeah. So may I know your name, please? Oh, yes, very good. So we are from Kerala, actually. So this is a YouTube channel. Oh, So- we want to go to Kerala Really? Sunday. Yes, of course. It's a beautiful place. Okay, is it a good It's God's own country.
Yeah. Is it a good time to go after the? So yeah, that's you can take. So actually, there is rain all finished. It's coming like the hot season. Like the last 2-3 months, there was superb rain and all. So it's all come little bit. So it's okay now. It's okay now. Okay, we're going on Sunday. All right, have a good time. Enjoy your shopping. Thank you. Bye. പോകുമ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ച ടീം അവർ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നുള്ള ആളുകളാണ്. അവർക്ക് കേരളത്തിൽ വരാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. കേരള സുന്ദർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നല്ല ടൈം എപ്പോഴാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ മഴയൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് വരുന്ന സമയമാണെന്ന് പറഞ്ഞു. ഇത് നോക്കി, ഇതൊക്കെ ലേഡീസിൻ്റെ ചെരുപ്പുകളാട്ടോ. എൻ്റെ ദൈവമേ, ബ്യൂട്ടിഫുൾ. ഇത് നമ്മൾ അവിടെ നിന്ന് കണ്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്ട്രീറ്റാണിത്. അതിൻ്റെ ഇപ്പുറത്തുള്ള സ്ട്രീറ്റാണ്. ഈ സ്ട്രീറ്റും നിറയെ ഫുൾ ഓഫ് ഇത് തന്നെയാണ് സംഭവം. ടെക്സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ ആയിട്ട്, ടീഷർട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് തന്നെ. അതിന് നേരെ ഇപ്പുറത്തെ സ്ട്രീറ്റാണ്. ഇത് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല. എവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം അല്ലേ. ബൈ. 100 റുപ്പീസാണ് കേട്ടോ ഇതിന്. ഡോൾ ഇവിടെ മേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ ഡോൾ ഇവിടെ ഉണ്ടാക്കുകയാണ് ശരിക്കും. ഇതുണ്ടോ? ये सब आपने खुद बना रहे? हाँ तो ഫിൽ करके देखो. നല്ല വലിയ ഡോളുകളാട്ടത്. ഇത് നമ്മളൊരു മനുഷ്യൻ്റെ അത്ര, നമ്മുടെ ശരാശരി നമ്മളൊരു മനുഷ്യൻ്റെ അത്ര വലുപ്പമുള്ള ഡോളാണ്. സോ ഇതിനൊക്കെ ചുമ്മാ വില ചോദിച്ചാൽ അവന്മാരുടെ ചീത്ത വെക്കും. അതേ ഞാൻ വില ചോദിക്കാത്തത്. എന്നാലും ചോദിച്ചൊക്കെ കിतना അറിയാം അന്താസ് മില്ലൊക്കെ എത്ര വരുന്നുണ്ട്? 2600 കേട്ടോ. പക്ഷെ നല്ല ടോളായിട്ടുള്ള. ആ 2200 കിട്ടും. 2600 ഡിസ്കൗണ്ട് കഴിച്ചിരുന്നത്. അവർക്ക് മലയാളം അറിയാം കേട്ടോ. അത് സംഭവം ഇത് ശരിക്കും എവിടെ നിങ്ങൾ സ്ഥലം? ആ മംഗലാപുരം. അപ്പം മംഗലാപുരത്തിന് വേറൊരു കാര്യമുണ്ട്, എല്ലാ ഭാഷയും അറിയുന്ന ആളുകളാണ് മംഗലാപുരം. ഈ സ്ട്രീറ്റിൻ്റെ 2 സൈഡിലും ഇത് തന്നെ കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടത് ഒരു സൈഡാണെങ്കിൽ ഇപ്പോൾ 2 സൈഡിലും നിറയെ ഇതാണ്. ഇത് കണ്ടില്ല എല്ലാം ജെൻസാണോ ലേഡീസാണ്? ലേഡീസാണല്ലേ, ഇതൊക്കെ ലേഡീസാണ്. ഒരു കാര്യം ഞാൻ പറയാം. ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ലേഡീസ് വന്നു കഴിഞ്ഞാൽ പോക്കറ്റ് കാലിയായിട്ട് ഇവിടുന്ന് പോകുള്ളൂ. കാരണം അത്രയധികം ലേഡീസിനുള്ള വെറൈറ്റി ഓഫ് ഡ്രസ്സുകളും ഇമിറ്റേഷൻ ജ്വല്ലറിയും കാര്യങ്ങളായിട്ട് കുറേ കണ്ട്. ഇത് ബെൽറ്റിന് 100 റുപ്പീസാട്ടോ പറയുന്നത്. ആണല്ലേ, 100 രൂപ ഒരു ബെൽറ്റിന്. കുഴപ്പമില്ല. നമ്മൾ ഈവനിങ്ങിലാണ് വന്നത് കേട്ടോ. ഇപ്പോൾ നൈറ്റായി. അപ്പോൾ നേരത്തെ വന്നിട്ട് കാര്യമില്ല. ഇവിടെ നമുക്ക് തിരഞ്ഞു പിടിക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ്. ശരിക്കും തിരഞ്ഞു പിടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ സമയമെടുക്കും. കാരണം അത്രയുണ്ട്. ഇവിടെ വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമുണ്ട്. ഇത് കണ്ടില്ല, നമ്മുടെ മഗ്ഗുകളും കപ്പുകളും ഗ്ലാസ്സുകളൊക്കെ. ഇവിടെ ഡ്രസ്സസ് അല്ലാത്ത ഒരു ടൈപ്പ് സംഗതികൾ. കുറേ കപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കടല വറുത്തുണ്ട്. വൈകുന്നേരം നടക്കുമ്പോൾ തിന്നാൻ വേണ്ടി ബെസ്റ്റ് സാധനം. ഒരു ദസ്ക ദോയി നല്ല സ്റ്റൈലും പാക്കിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ല, 10 രൂപക്ക് അത്രേ ഉള്ളൂ. എന്നാ ഇതർക്കായാ അരെ ക്യാ ബാത് ഹൈ, ഹീറോ ലഗ് രേ. ഇവർ രണ്ടാളും ഫാമിലി കേട്ടോ. ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അവർ സെയിൽ ചെയ്യാൻ വന്നിരിക്കുകയാണ്. കണ്ടല്ലോ, നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റിൽ എന്ത് രസമുണ്ടെന്ന് അറിയാം. ഇതൊക്കെ നോക്കിയാൽ നല്ല ജ്വല്ലറീസും കാര്യങ്ങളൊക്കെ. കമ്മലുകൾക്കൊണ്ട് രക്ഷയില്ല കേട്ടോ. ഈ ബാംഗിൾസിൻ്റെയും ഫാൻസിയുടെയും ഒക്കെ ഗ്രേറ്റ് കളക്ഷനുള്ള ഒരു വലിയൊരു കടയുണ്ട്. അപ്പോൾ ഇവിടെ കയറുന്നവരെ നമുക്കറിയില്ല ഇത് മലയാളീസാണ്. ബിക്കോസ് ഇദ്ദേഹത്തിൽ നിന്ന് കണ്ടപ്പോൾ ഞാൻ ഐ നെവർ തോട്ട് ഹി ഈസ് എ മലയാളി, ബട്ട് മലയാളീസാണ്. ഒരുപാട് ഗംഭീര കളക്ഷൻസ് ഉണ്ട്. ഈ ഒരു എന്താ പറയുക, ഈ ഒരു സർക്കിളിൽ വന്നപ്പോൾ ഇത്രയും വലിയൊരു കളക്ഷനുള്ളൊരു ഷോപ്പ് ഞാൻ ഫസ്റ്റ് ടൈം കാണാം. ഒരുപാട് ഷോപ്പുകളുണ്ട്, ഒക്കെ ചെറുതാണ്. പക്ഷേ ഇത് നല്ല ഒരു കിടിലം ബാംഗിൾസിൻ്റെ ഒക്കെ ഒരു നല്ല ബ്യൂട്ടിഫുള്ളായ കളക്ഷനാണ്. 2 സൈഡും നല്ല മനോഹരമായിട്ടുള്ള കളക്ഷനുണ്ട്. നമ്മൾ ആക്ച്വലി നേരത്തെ പോകുമ്പം ഈ ജയനഗർ സ്ട്രീറ്റ് ഡേ ടൈം ആയിരുന്നേ. ഇപ്പം നൈറ്റ് വൈബ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ നിറയെ എന്താ പറയുക റെസ്റ്റോറൻറ്റുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റുകളാണ്. അതുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് കണ്ടേക്കാം ഇങ്ങനെ വരുമ്പോഴത്തേക്കും. ഈ ജയനഗർ സ്ട്രീറ്റിൽ വരുമ്പോൾ ഈ സൈഡിൽ മുഴുവൻ റെസ്റ്റോറൻറ്റുകളാണ്. നമുക്ക് കാണാം ഫുഡുകളാണ്, നിറയെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡുകളാണ്. കുറേ ആളുകൾ കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. എല്ലാ സൈഡിലും നിറയെ ഫുഡുകളാണ്. ജ്യൂസ് ആൻഡ് ചാറ്റ്സ് ഇത് 2 സ്ട്രീറ്റിലും ഉണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലും ഇവിടെ നിറയെ ബേക്കറീസും കാര്യങ്ങളുള്ള ഒരു ഷോപ്പാണ്. ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. കാരണം ജയനഗറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. കണ്ടോ, ഈ സ്ട്രീറ്റിലേക്ക് വരുമ്പോഴും ഇതാണ് ആക്ച്വലി. എന്നിട്ട് ജയനഗർ 4th ബ്ലോക്ക് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഇത് ശ്രദ്ധിക്കാറില്ല. ഈ കാണുന്നത് മുഴുവൻ 2 സ്ട്രീറ്റ് നിറയെ നമുക്ക് റെസ്റ്റോറൻറ്റുകളാണ്. ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റുകൾ. ഇതേപോലെ തന്നെ തൊട്ടപ്പുറത്തെ സ്ട്രീറ്റും ഇതേപോലൊക്കെ തന്നെയാണ്. കണ്ടോ, അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും നിറയെ റെസ്റ്റോറൻറ്റുകളാണ്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു സംഭവം. അതുകൊണ്ട് ഇവിടെ വന്നാൽ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ എടുക്കുന്നതോടൊപ്പം തന്നെ ടേസ്റ്റുകൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ ട്രാവൽ ടൈം ഇന്ന് എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത് ജയനഗറിലെ 4th ബ്ലോക്ക് സ്ട്രീറ്റാണ്. ഇവിടെ സ്ട്രീറ്റ് പർച്ചേസിംഗ് ആണ്. സ്ട്രീറ്റിൽ നിറയെ ഇഷ്ടം പോലെ സ്പെഷ്യലി ലേഡീസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും, കിഡിലൻ ഐറ്റംസ് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് ജയനഗറിലെ 4th ബ്ലോക്ക്. അതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിൽ വരുന്ന ഏതൊരാളും, ഫാമിലി ആണെങ്കിലും ഇൻഡിവിജ്വൽ ആണെങ്കിലും ഒക്കെ തന്നെ നിർബന്ധമായിട്ടും സന്ദർശിക്കുന്ന ഒരു ഏരിയയാണ്. ഒരു കമേഴ്ഷ്യൽ സ്ട്രീറ്റ് പോലെ തന്നെ മറ്റൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഏതായാലും ഈ ഒരു എക്സ്പീരിയൻസ് കിഡിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. സോ നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും നമ്മുടെ ഈ ഒരു ജയനഗർ 4th ബ്ലോക്ക് സന്ദർശിക്കുക. സോ ട്രാവൽ ടൈം ഇവിടെ പരിപൂർണ്ണമാകുകയാണ്. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യാൻ മറന്നു പോകരുത്. വീണ്ടും നമുക്ക് കാണാം. ബൈ.